ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഞാനൊരു ഫുൾ വീഡിയോ ചെയ്തിട്ട് മോർ ദാൻ 2 വീക്സ് ഒക്കെ ആയി. കുറച്ച് തിരക്കായിപ്പോയി വർക്കിലും പിന്നെ ഫാമിലി ഫങ്ഷൻസും അങ്ങനെയൊക്കെ ആയിട്ട്. ഇതിപ്പോൾ റാഷിച്ചാൻ്റെ സിസ്റ്ററുടെ മക്കളുടെ ഫങ്ഷനാണ് കേട്ടോ. ഒരാളുടെ സർക്കംസിഷനും മറ്റാളുടെ ഇയർ പ്യൂസിങ്ങും. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അവിടെ പോയി. നല്ല അടിപൊളി വൈബാണ്. കാരണം ഫാമിലിയിൽ ഒരു ഫംഗ്ഷന് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമല്ലേ. അല്ലാണ്ട് ഇതിപ്പോൾ ഞാൻ ജനിച്ച് വളർന്ന വീടും കൂടിയാണ്. അതാവുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേക ഫീൽ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിൻ്റെ കസിനാണ് കേട്ടോ. ഇവന് നല്ല ടോക്കറ്റീവാണ് ആൾ. അപ്പം ഞാൻ ഇന്നത്തെ വ്ളോഗ് മൊത്തം ഓനെ ഏൽപ്പിച്ചേക്കുക. ഫംഗ്ഷൻ്റെ അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അവിടുന്ന് ഒരു സ്ഥലം വരെ പോയി. സ്ഥലം വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇതൊക്കെ ആയിട്ടുള്ള കുറച്ചൊന്ന് കാണാൻ രസമുള്ളൊരു സ്ഥലമുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി. ഗൈസ് അങ്ങനെ എന്തുമില്ലെങ്കിൽ റംസി കുറേ നാളെ എന്നെ ഭയങ്കര കാണണം ചോമ. ഇനി ഫുള്ള് ഓൻ്റെ കയ്യിലായിരിക്കും കേട്ടോ ക്യാമറ. കാസർഗോഡ് സ്ലാങ്ങിലായിട്ട് സംസാരിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കും. ഹായ് ഗൈസ്, അപ്പോൾ എന്തെങ്കിലും നമ്മളെ പേരിൽ നിന്ന് ചെറിയൊരു പരിപാടിയെല്ലാം ഉണ്ടായി. അങ്ങനെ എന്തെങ്കിലും പ്രിയപ്പെട്ട എൻ്റെ കസിനാണിത് റംസി. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ത്? ഹാപ്പി ഫ്രെയിം അല്ലേ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞത്ര സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും നമ്മളുടെ ഇങ്ങനെ ഇന്ന് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് പരൻ്റെ ഇട ഇങ്ങനെ മുണ്ടാത്ത ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇരിച്ച് നമ്മ പണ്ട് പോയിക്കൊണ്ടേ ഇടന്നെ ഒരു ചെറിയൊരു ഇതുണ്ട്. എന്തെങ്കിലും വാട്ടർഫോൾസ് ചെല്ലണമായിട്ടില്ല, ചെറിയൊരു തോടിങ്ങനെ എല്ലാവരും ഇങ്ങനെ പണ്ട് ഞമ്മ ചെറിയ മൊക്കത്തിരിക്കുമ്പോൾ ഇങ്ങനെ കളിച്ചോണ്ട് വിളിച്ചോണ്ടേ. ഇപ്പോൾ മങ്ങാലെല്ലാം കഴിഞ്ഞിട്ട് തൂരായിട്ടുള്ളതല്ലേ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ ഫംഗ്ഷൻ ആകുമ്പോൾ എല്ലാവരും മീറ്റായപ്പോൾ ഞമ്മ ഇങ്ങനെ അസർ ടൈം ബോറേ അങ്ങനെ പോകാനായിട്ട് നിരിച്ച. അപ്പോൾ ഞങ്ങൾ പോയിട്ട് പോകുന്ന സീനും പിന്നെ ആടെ ഇപ്പൊ ഭയങ്കര 3 ദിവസമായി മഴയുള്ള. അപ്പൊ എല്ലാ സീനും ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. പണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ഒരു നായിന്റെ ഇതേ സൗണ്ട് ഉണ്ടായി. ഈ റോട്ടിൽ ആര് പോട്ടു നായിന്റെ സൗണ്ട് ഇതാ ഈ വളപ്പിലാണ്. പണ്ട് ഇവിടെ ഒരു മാങ്ങനെ മേരെല്ലാം ഉണ്ടായി. വലിയ താങ്ങ ഇത്ര വില മാങ്ങ പോലത്തെ തേങ്ങ പോലത്തെ മാങ്ങ വലിയത്. അതിന് നമ്മ കട്ടോണ്ടെല്ലാം ഉണ്ടായില്ല. ഈ പേരൻ്റെ ആളതാണ് മാങ്ങൻ്റെ മരം. അങ്ങനെ എന്തെങ്കിലും ഇതാ ഇപ്പം നമ്മളെ ഊടുത്തത് ഈ തണ്ണിയെല്ലാം ഉണ്ടല്ലേ. ഈ തണ്ണി വെരി ഗൈസ് ഇതാ ഈ ഊടുള്ള തണ്ണി സൗണ്ട് കേട്ടല്ലേ. ഈ തണ്ണിയെല്ലാം പോയിട്ട് നമ്മളെ അയാടെ അടുത്ത തോട്ടിലേക്ക് വീണ. പിന്നെ എന്ത് വെച്ചില്ലെങ്കിൽ ഒന്നാമത്തെ ആട് ഭയങ്കര നമ്മളെ എന്തെങ്കിലും ഇതാ ഇവിടെ തോടുണ്ട്. ഇവിടെ തോടുണ്ട്, ഈ തോടുണ്ട്. ഈ തോടല്ല പിന്നെ എന്തെങ്കിലും ആടുണ്ടല്ലേ നമ്മളെ കമ്പൗണ്ട് ഇപ്പുറത്ത് ആട് ഇതെല്ലാം ഇട്ടിന് മറ്റേ ഗവൺമെൻറ്റിൻ്റെ. ഇപ്പോൾ ഫുള്ള് ഗവൺമെൻറ് കൃഷിയെല്ലാം നട്ടിട്ട് ഒരു ഇത് പഴം ഉണ്ടാക്കുന്ന ഇത് പൈനാപ്പിള് പിന്നെ അതേത് ഫ്രൂട്ടിനെ ഞാൻ ഫോട്ടോ അയച്ചു വാട്സപ്പ്. ചെറി പിന്നെ അങ്ങനത്തെ എല്ലാം ഫ്രൂട്ട് ഇതാക്കുന്നു. നിൽക്കണ്ട് ഈല് കുറച്ച് സാധനം കാണുന്നതാ. ഇത് ഭയങ്കര ഇത് എന്തോ ഒരു ഇത് എന്തെങ്കിലും ഭയങ്കര കഴിക്കുന്നത് സാധനം അല്ല. ഇവിടെ പൗത്തൊന്നുമില്ല, ഇത് പൗത്ത സാധനം. ഇതാ ഇതിൽ പൗത്ത കളറാണ് ഇത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. മോശമില്ല, അത്യാവശ്യം ടേസ്റ്റ്. പക്ഷേ ഇത് കഴിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഞാൻ ചെല്ലി ചെറിക്കായില്ലേ. ഇതാ ഒന്നെന്താ കണ്ടില്ലേ, കണ്ടിതാ ഒരു കാലൊന്നിതാ. ഇതും പഠിക്കാൻ മുന്നേ ഈ മഴ വരുന്ന കുറച്ച് മുമ്പുണ്ടല്ലേ നല്ല ഫുള്ളുണ്ടായി. ഫുള്ളെല്ലാം കുറേ ഉണ്ടായി. ഇപ്പോൾ ഒരു സാധനമില്ല, എല്ലാം തീർന്നിട്ട് പോയി അറിഞ്ഞല്ലേ. മഴ വന്നെങ്കിൽ എല്ലാ സാധനവും പോകും. ഞാൻ ഇതിൻ്റെ ഇതൊന്നും എടുത്തു എന്തെങ്കിലും എൻ്റെ കസിന് ചോദിച്ചിട്ടുണ്ടായി. അല്ല ഇത് ഫുള്ള് വെയിലിട്ടിട്ട് എന്ത് ചെലിട്ട് കൊണയില്ല. എൻ്റെ കസിന് ചോദിച്ചിട്ടുണ്ടായി ഈ ഒരു സാധനം വേണം ചെല്ലെങ്കിൽ പുരല് കൊണ്ടിട്ട് ചെല്ല നട്ടെങ്കിൽ ചേക്കും. ഞാൻ ഇതിൻ്റെ അടുക്കൊന്ന് കൊണ്ടിട്ട് നട്ടിന്
അത് പിന്നെ ചേച്ചി അത് പിന്നെ ഇത് എന്തെങ്കിലും കത്തി ഭയങ്കര ജാറിനിതാ ഫുള്ള് തണ്ണിയിലുണ്ടല്ലേ ഫുള്ള് ചേറുണ്ട് ചെലിച്ചെന്ത് കോണയില്ല കാരണം ഇതെല്ലാം കുഴിയതാ ഇതാ ഇത് പണ്ടത്തെ കനതാ പണ്ട് കാലത്ത് കുളിക്കാൻ വന്നെ ഇപ്പം അങ്ങനെ കാണിക്കിപ്പോ അപ്പുറത്തേക്ക് ചാടണു എണി നോക്കിയല്ല ഫുള്ള് പുള്ളറെല്ലാം കോസ്റ്റ് ചെയ്താ പിന്നെ എന്തേലും ഇത്രയൊക്കെ പുള്ളറൊക്കെ അയ്യാണ് ഒരു കിടാവ് തന്നെ ചെറിയ കിടാവ് അറിഞ്ഞല്ലേ ഇതാ ഇതാ എല്ലാം കഴിഞ്ഞിട്ട് പുള്ളറെല്ലാം തണ്ണിയിൽ കുളിച്ച് പിന്നെ ഒന്നാമത്തെ ടൈമായി മഗ്‌രിബിന്റെ ടൈമായി അപ്പോൾ നിസ്കരിക്കുന്ന ടൈമായി പിന്നെ എന്തെങ്കിലും കഴിഞ്ഞത്ര വേഗം പരിക്കെത്താൻ നോക്കാം അത്ര തന്നെ ഇതാ ഞാൻ കാണിക്കാതാ പുള്ളറെല്ലാം ബാക്കിൽ വന്നുകൊണ്ടിതാ എല്ലാം വന്നുകൊണ്ടിതാ തണ്ണീൻ്റെ ജാഗ്രത നമ്മൾ ഞാൻ നുപ്പാട്ടി ശരിയല്ലേ ആടെ ഒരു തണിയുണ്ട് അതും ശരിയല്ലേ ആടെ ഇത് കട്ട കെട്ടിയിട്ട് ഇങ്ങനെ ഇപ്പോൾ കച്ചറ അത് ഒന്നാമത്തെ കച്ചറ തന്നെയുണ്ട് എന്തായാലും അങ്ങനെ ചക്ക പോത്തിന ചക്ക നിങ്ങ നട്ടതയ്യ ഗൈസ് മൂഞ്ചി പോയി ഗൈസ് 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 മറ്റേ കേരളത്താരി എടുത്തോ ഇത് മട്ട കാണാൻ മുടിച്ചിട്ട് ബെച്ചിട്ട് എറിഞ്ഞു തെങ്ങിലൊക്കെ തേങ്ങ പടമുള്ള മുഹമ്മദ് ഇൻഫാസ് യു ഇന്നെ ഇങ്ങനെ നോക്കറാ ഇതിനുണ്ട് ഇതാ പുതിയ സൈക്കിൾ ഇതിനുണ്ട് ഇതാ പുള്ളറെ സൈക്കിൾ കേൾക്കുന്ന എല്ലാവരും പറിക്ക് പോയിക്കൊണ്ടിതാ ഫുള്ള് വച്ച് ചെറിയ കോണയില്ല ഫുള്ള് പാഞ്ഞിട്ടും കളിച്ചിട്ടും തണ്ണീര് കളിച്ചിട്ട് ഞാൻ പിന്നെ കിനി ചെയ്യില്ലതാ ഓരല്ലേ കിനി പുള്ളറല്ലേ കിഞ്ഞിന് സാധാരണ ഇതാ ഇതാ മറ്റേ ഇത് എന്തെങ്കിലും മറ്റെന്താണ് ഞാൻ പയ്യനെല്ലാം പൊറ്റുന്നതിന് ചെന്ന് ആല് നാളിക്ക് പോലെ പാഞ്ഞത് എല്ലാം പരുക്ക് കൂടുന്ന ടൈമായല്ലേ എല്ലാം പാഞ്ഞിതാ ഹലോ പരുക്കെല്ലാം എത്തിയതാ പിന്നെ ഞാൻ ഇത് ലൈറ്റിൻ്റെ അടുത്തേക്ക് വന്നത് നല്ല ലൈറ്റ് സ്റ്റേജിൻ്റെ അടുത്ത് എൻ്റെ ബാക്ക് സൈഡ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇനിയും വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.